കഥാപാത്രങ്ങൾ സിനിമ വിട്ട് പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് പടർന്നു കയറുമ്പോൾ സിനിമയ്ക്ക് ആ കഥാപാത്രങ്ങളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടമാകുന്നത് പോലെ തോന്നും ലീല കണ്ടിറങ്ങുമ്പോൾ. കുട്ടിയപ്പനും കൂട്ടുകാർക്കുമൊപ്പം പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ് സിനിമ. മലയാള സിനിമയിൽ അടുത്തകാലത്ത് കണ്ട മികച്ച കഥാപാത്ര സൃഷ്ടികളിൽ ഒന്നാണ് കുട്ടിയപ്പൻ എന്ന് നിസ്സംശയം പറയാം. കുട്ടിയപ്പൻ മാത്രമല്ല, ഈ സിനിമയിൽ വന്നുപോകുന്ന എല്ലാ കഥാപാത്രത്തെയും നാം മറക്കില്ല. പിള്ളേച്ചനായി വന്ന വിജയരാഘവനും ദാസാപ്പിയായി വന്ന ഇന്ദ്രൻസുമെല്ലാം പ്രേക്ഷക മനസ്സിൽ കടന്നുകൂടുന്നുണ്ട്. തങ്കപ്പൻ നായരായി വന്ന ജഗദീഷും അക്ഷരാർത്ഥത്തിൽ നമ്മെ ഞെട്ടിച്ചു കളയും. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ലീല എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നില്ല. കുട്ടിയപ്പൻ ആരാണ്, എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്, ഇത്തരം കുറേ ചോദ്യങ്ങൾ കാണുന്നവരിൽ ഉയർത്തിയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെ പിടിക്കാൻ നിൽക്കുന്ന പോലീസുകാരുടെ മുന്നിലൂടെ കുതിരപ്പുറത്ത് വരുന്ന കുട്ടിയപ്പനാണ്. പണ്ട് കണ്ടു കൊതിച്ച പെൺകുട്ടിയെ എന്തും ചെയ്യാമെന്ന അവസ്ഥയിൽ കിട്ടിയിട്ടും ഒരു നിലവിളക്ക് കത്തിച്ച് എന്നെ അച്ഛനായി സങ്കല്പിക്കുക, എന്നിട്ട് ഞാൻ മരിച്ചതായി കരുതി നീ കരയൂ എന്ന് പറയുന്ന കുട്ടിയപ്പൻ. ആ കരച്ചിൽ നമ്മെ അല്പം അസ്വസ്ഥനാക്കുന്നുണ്ട്. പ്രായാധിക്യം മൂലം തൊഴിൽ നിർത്തിയ ലൈംഗിക തൊഴിലാളികളെ ആദരിക്കുന്ന കുട്ടിയപ്പൻ അങ്ങനെ പോകുന്നു. പക്ഷേ അപ്പോഴെല്ലാം പൊതുവായി പ്രേക്ഷകർക്ക് വെളിപ്പെട്ടു വരുന്നത് കുട്ടിയപ്പന് സ്ത്രീ വിഷയത്തിലുള്ള താല്പര്യം തന്നെയാണ്. എന്നാൽ അത് ആഭാസമായി മാറാതിരിക്കാൻ സംവിധായകൻ ശ്രദ്ധിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ കടന്നുവരുന്ന അശ്ലീല ചുമയുള്ള സംഭാഷണങ്ങൾ കുടുംബത്തോടെ ഇരിക്കുന്നവർക്ക് കല്ലുവടിയാകും. കുട്ടിയപ്പൻ ആനയെ തേടി നടക്കുമ്പോൾ ഇതെന്തു ഭ്രാന്താണെന്ന് ഉണ്ണിയുടെ ലീല വായിച്ചില്ലാത്തവർക്ക് തോന്നാം. പക്ഷേ ആ കാരണം അറിയുമ്പോൾ പിള്ളേച്ചനെ പോലെ പ്രേക്ഷകരും ഒന്ന് പകച്ചുപോകും. രഞ്ജിത്ത് ചിത്രങ്ങളിൽ പലപ്പോഴും മികച്ച ഫാൻറ്റസി നാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ മനോഹാരിത സംവിധായകനും നഷ്ടപ്പെട്ടു പോകുന്നു. കണ്ടുവരുന്ന മാലാഖയൊക്കെ നിലവാരമില്ലാത്തതായി തോന്നി. പക്ഷേ ആ ഹാസ്യം അതിൽ കലർന്നത് ഒരല്പം കൂടിയതാകാം അതിന് കാരണം. മികച്ച സംഭാഷണങ്ങളാണ് സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ്. ബിജു മേനോൻ്റെ അനായാസ അവതരണം കൂടിയായപ്പോൾ അതിന് ഒരു മനോഹാരിതയും വന്നു. സിനിമ ഒരിക്കൽ പോലും ഇഴയാതിരിക്കുന്നതിൽ ആ സംഭാഷണത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ചിലയിടങ്ങളിലെങ്കിലും ഒരു മികച്ച ഛായാഗ്രഹൻ്റെ സാന്നിധ്യം കാണാം. ബിജി പാലിൻ്റെ പശ്ചാത്തല സംഗീതം മികച്ചു നിന്നു. സിനിമയുടെ ടോൺ എന്താണെന്ന് മനസ്സിലാക്കി അത് നിർവഹിച്ചിരിക്കുന്നു. നായിക കഥാപാത്രത്തിന് സിനിമയിൽ പ്രസക്തിയുണ്ടെങ്കിലും അത് ഒരു വെല്ലുവിളിയാകുന്ന കഥാപാത്രമൊന്നുമായിരുന്നില്ല. അപ്രതീക്ഷിതമായ ദുരന്തം ഏറ്റുവാങ്ങി വരുന്ന ഒരു പെൺകുട്ടിയുടെ മുഖമാണ് ഈ സിനിമയിലെ നായിക. പാർവതി അതിനോട് നീതി പുലർത്തിയിട്ടുമുണ്ട്. ലീല എല്ലാവരെയും തൃപ്തിപ്പെടുത്തണമെന്നില്ല. ഒരു ചെറുകഥ വായിക്കുന്ന സുഖത്തോടെ കണ്ടിരിക്കാം. ആണധികാരത്തെ ചോദ്യം ചെയ്യുന്ന പ്രകൃതിയുടെ നിയമം. അതെ, അതുതന്നെയാണ് ലീല. പിള്ളച്ചനോട് ബിജുമേനോൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ എങ്ങനെ പിള്ളച്ചേട്ടാ, കിട്ടിയോ കിട്ടുകയല്ലേ? അതുപോലെ തന്നെയാണ് സിനിമയും. ചിലർക്ക് അതിൻ്റെ ആത്മാവ് കിട്ടും, മറ്റു ചിലർക്ക് കിട്ടില്ല.